അങ്ങനെ അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പം അധികാരത്തിൽ ഏറിയതിനു ശേഷം മെക്സിക്കൻ അതിർത്തികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, ഹമാസിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇനി അമേരിക്കയിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ, മറ്റ് ജെൻഡറുകൾ നിയമപരമായി അനുവദിക്കില്ല. ഇങ്ങനെ തുടങ്ങി കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. സത്യത്തിൽ ട്രംപിന്റെ ഈ രണ്ടാം വരവ് അമേരിക്കയ്ക്ക് മറ്റൊരു സുവർണകാലം സമ്മാനിക്കുമോ? എന്തായിരിക്കും അതിനെ പറ്റിയുള്ള അഭിപ്രായം? അമേരിക്കയ്ക്ക് സുവർണകാലം സമ്മാനിക്കുമെന്നാണ് ട്രംപ് ഇന്നലെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത സമയത്ത് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അതിൻ്റെ അകത്ത് വളരെയധികം ജോ ബൈഡനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഡെമോക്രാറ്റുകളാണ് പല പ്രശ്നങ്ങൾക്കും കാരണം, ഈ 4 വർഷം കൊണ്ട് രാജ്യത്തെ കുട്ടിച്ചോറാക്കി മാറ്റുന്നതിന് വേണ്ടി ഡെമോക്രാറ്റുകൾ ശ്രമിച്ചു, ജോ ബൈഡൻ ശ്രമിച്ചു എന്ന നിലയിലേക്ക് വലിയ രീതിയിൽ കുറ്റപ്പെടുത്തൽ നടത്തി. പ്രത്യേകിച്ച് കുടിയേറ്റങ്ങൾ വല്ലാണ്ട് കൂടി, അനധികൃത കുടിയേറ്റങ്ങൾ വല്ലാതെ കൂടി. അത്തരത്തിൽ അനധികൃത കുടിയേറ്റങ്ങളിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ താറുമാറാക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ രാജ്യത്തെ സുരക്ഷയെ താറുമാറാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി നടക്കം ട്രംപ് പറയുകയുണ്ടായി. മാത്രമല്ല, ട്രംപ് ഞാൻ ഇതിനെ നോക്കി കാണുന്ന മറ്റൊരു തലത്തിലൂടെയാണ് അരുമ. അതായത് നമുക്ക് ഇന്ത്യക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നത്. അമേരിക്കയ്ക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ ഒരു കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള വലിയ സൗഹൃദത്തിൻ്റെ കഥ നമ്മൾ പലപ്പോഴായിട്ടുള്ള കണ്ടിട്ടുള്ളതാണ്. ഈ അമേരിക്കയിൽ ട്രംപിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ പ്രചരണത്തിന് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കാഴ്ചയും, നരേന്ദ്രമോദിയുടെ ഇതേപോലെ തന്നെ തിരിച്ച് ഗുജറാത്തിലെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഗുജറാത്തിലെത്തി ട്രംപിന് വേണ്ടിയിട്ടുള്ള വലിയൊരു വേദി ഒരുക്കുന്ന നിലയിലേക്ക് നരേന്ദ്രമോദി പോയ കാഴ്ചയും, ഇവർ രണ്ടുപേരും ഒന്നിച്ച് തുറന്ന വാഹനത്തിൽ പോവുകയും അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് വാഹനത്തിൽ പോവുകയും ആയിരക്കണക്കിന് ആളുകൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരികയും അവിടെ ട്രംപിന് ഇന്ത്യ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദി വലിയ സ്വീകരണം ഒരുക്കുന്ന നിലയൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള കാഴ്ചയാണ്. ഇവർ തമ്മിലുള്ള വലിയ സൗഹൃദത്തിൻ്റെ കഥ ഉള്ളതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഈ ട്രംപിൻ്റെ കഴിഞ്ഞ 4 വർഷം മുമ്പത്തെ പരാജയം, അതായത് ബൈഡൻ അധികാരത്തിൽ കയറുന്ന കാഴ്ച, ബൈഡൻ അധികാരത്തിൽ കയറുന്ന സമയത്ത് മേരാ ഫ്രണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര ട്രോളുകൾ അവർ 4 വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ നരേന്ദ്രമോദി എപ്പോഴും മേരാ ഫ്രണ്ട് എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്, മേരാ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അഭിസംബോധന ചെയ്യാറ്. അപ്പം അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ നരേന്ദ്രമോദിയെ കൂടുതലായിട്ട് കളിയാക്കുന്ന നിലയിലൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന 4 വർഷങ്ങൾക്ക് ഇപ്പുറം 47ാമത്തെ ഈ പ്രസിഡൻ്റായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം നരേന്ദ്രമോദി അദ്ദേഹത്തെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇട്ടേക്കുന്ന പോസ്റ്റ്, ആ പോസ്റ്റിൻ്റെ അകത്തും പറയുന്നത് ഇങ്ങനെയാണ്: ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ, ഡിയർ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം ഏത് വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഇവർ കളിയാക്കിയിരുന്നത്, അതേ വാക്കുകൾ വെച്ചുകൊണ്ട് തന്നെ മറുപടി നൽകുന്നതിൽ നമുക്ക് ഇന്ത്യക്ക് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ലോകത്ത് ഇന്ത്യക്ക് ഒരു വിശ്വഗുരുവായി വളർന്നു വരേണ്ട സാഹചര്യം അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഭാരതം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ കാണുന്നത്. പ്രത്യേകിച്ച് 2036 കൂടിയിട്ട് 36 മുതൽ 2050 വരെയൊക്കെ ഭാരതം വിശ്വഗുരു സ്ഥാനത്തേക്ക് വളരാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെയാണ് യോഗീശ്വരന്മാരും മറ്റുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചില സ്റ്റെപ്പുകൾ കയറണം. ആ സ്റ്റെപ്പുകൾ കയറുന്നതിന് വേണ്ടി നമ്മൾ അമേരിക്കയെ നമ്മൾ സുഹൃത്തായി കൂടെ നിർത്തണം, റഷ്യയെ സുഹൃത്തായി കൂടെ നിർത്തണം, ഇസ്രായേലിനെ സുഹൃത്തായി കൂടെ നിർത്തണം, ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇപ്പോൾ പോകുന്ന പോലെ നല്ല അന്തരീക്ഷത്തിൽ പോകണം, മുമ്പത്തെ അപേക്ഷിച്ചുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഭാരതത്തിന് ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ഇൻപുട്ട് അമേരിക്കക്ക് നൽകാൻ വേണ്ടി കഴിയുമോ, പ്രത്യേകിച്ച് ട്രംപിന് നൽകാൻ കഴിയുമോ, ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോ ഭാരതീയരും ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതത്തിൽ നിന്ന് ഒട്ടേറെ പേർ ഈ പറയുന്ന അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക എന്ന നിലയിലേക്കും ഭാരതം വലിയ രീതിയിൽ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഭാരതത്തിന് അത്തരം കൺസേണുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതം ഒരു പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ ജയശങ്കറിനെ ഈ പറയുന്ന ട്രംപിൻ്റെ ഈ സ്ഥാനാരോഹണ ചടങ്ങ്, 47ാമത്തെ പ്രസിഡൻ്റായി സ്ഥാനാരോഹണം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ചടങ്ങിലേക്ക് വിടുന്നത്. ഈ ട്രംപ് അവിടെ സംസാരിച്ചതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കും എന്നുള്ള ട്രംപിൻ്റെ വാക്കുകളാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ റഷ്യയും ഉക്രൈനും തമ്മിൽ
കുറേ കാലമായി നമ്മൾ കാണുന്നു. നമ്മൾ ഒട്ടേറെ വളരെ മോശമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടു. ഈ ഒരു പറയുന്ന ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ അത് ഡെമോക്രാറ്റുകളും ജോ ബൈഡനും ചേർന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു 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 രീതിയാണ് ഈ യുദ്ധമുണ്ടാക്കിയ ആളുകളെ തമ്മിലടിപ്പിക്കുക എന്നുള്ള രീതിയൊക്കെയാണ് ട്രംപ് അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. എന്തായാലും ഈ പറയുന്ന റഷ്യ ഉക്രൈൻ വാർ അടക്കമുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും എന്നുള്ള ട്രംപിൻ്റെ വാക്കാണ് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നുന്നത്. മാത്രമല്ല അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഈ മധ്യ ഏഷ്യയിലെ പല രാജ്യങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് അതിൻ്റെ എല്ലാം ഒരു ഭാഗത്തെന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആദ്യം ആരംഭിച്ചത്. അതിനുശേഷം ഇസ്രായേലും ലെബനനും തമ്മിലേക്ക് പോയി, ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലേക്ക് പോയി, ഇസ്രായേലും ഇറാനും തമ്മിലേക്ക് പോയി, ഇസ്രായേലും യമനിൽ തമ്മിലേക്ക് ഈ ഏറ്റവും ഒടുവിലായി എത്തി നിൽക്കുന്നു. അങ്ങനെയുള്ള ഈ ഇസ്രായേലുമായിട്ടുള്ള ഈ രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക, അതിനെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കൃത്യമായി പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി അമേരിക്ക മുൻകൈ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയും അതിനോടൊപ്പം നിൽക്കും. ഇന്ത്യക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഇസ്രായേലുമായിട്ടാണെങ്കിലും ലോകത്ത് ഒരു വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ചർച്ചകളിലൂടെ അവസാനിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യ എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മൾ തന്നെ ഭാരതം നൂറ്റാണ്ടുകളും ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. അത്തരം ഒരു സമ്പ്രദായത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പം ലോകത്തെ എല്ലാ സർവ്വചരാചരങ്ങൾക്കും സുഖം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യുദ്ധങ്ങൾ അവസാനിക്കണം. അപ്പം ഈ ഇസ്രായേലുമായിട്ട് വിവിധ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ വിവിധ സംഘടനകൾക്കും ഇവർക്കുമുള്ള ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള ട്രംപിൻ്റെ ആ ഒരു വാക്ക്. മാത്രമല്ല ഈ മൂന്നാം ലോക മഹായുദ്ധം എന്ന നിലയിലേക്ക് പല രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കാലങ്ങളായി. പ്രത്യേകിച്ച് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള വിഷയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പാകിസ്ഥാനും ഈ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഉക്രൈനും ഈ പറയുന്ന റഷ്യയും തമ്മിലുള്ള വിഷയങ്ങളായിക്കോട്ടെ, അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ഒരു വിഭാഗത്തിനൊപ്പം ഒരുപാട് രാജ്യങ്ങൾ ചേരുകയും മറ്റൊരു വിഭാഗത്തിനോടൊപ്പം മറ്റൊരു രാജ്യങ്ങൾ ചേരുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും. നമ്മൾ ഈ ഉക്രൈനും ഈ റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഇസ്രായേലിന് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ആർക്ക് പിന്തുണ കൊടുക്കും ഭാരതം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാണ്. പക്ഷേ ഭാരതം അവിടെ കൃത്യമായിട്ട് ചെയ്തത് എന്താ? റഷ്യയിൽ പോയി സന്ദർശനം നടത്തിയതിന് ശേഷം റഷ്യയിൽ നിന്ന് ഉക്രൈനിലേക്ക് പ്രധാനമന്ത്രി പോവുകയും അവിടെ സന്ദർശനം നടത്തുകയും അവിടെയും ഭാരതം രണ്ട് രാജ്യങ്ങളെയും ഒരേപോലെയാണ് കാണുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണമെന്ന് അതാത് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പറയുന്ന നിലയിലേക്ക് പോയി. പ്രത്യേകിച്ച് ഇസ്രായേൽ തമ്മിലുള്ള വിഷയത്തിൻ്റെ കാര്യത്തിനിടയിലും ഇസ്രായേൽ നമ്മുടെ പ്രധാനമന്ത്രി പോയ ഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? അത് വളരെ രസകരമായ ഒരു സംഭവം അതിന് വേറെയുണ്ട്. ഇസ്രായേലിലെ പ്രധാനമന്ത്രി അവിടെ അതിഥിയായി എത്തുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ നമ്മുടെ ആതിഥേയത്വം സ്വീകരിച്ച് എത്തിയിരിക്കുകയാണ്. ഇസ്രായേലിൽ ഇനി നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. കാരണം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ നമ്മൾ ചില പോഡ്കാസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ എത്തുന്ന സമയത്ത് ഇസ്രായേലിലെ ഫൈറ്റർ ജെറ്റുകൾ ഇതിന് നമ്മുടെ എയർ ഇന്ത്യ വണ്ണിന് സെക്യൂരിറ്റി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലിലെ വിമാനങ്ങൾ സെക്യൂരിറ്റി കൊടുക്കുന്നു, മറ്റ് ഈ ഇസ്രായേലിലെ ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങൾ പോലും സെക്യൂരിറ്റി കൊടുക്കുന്ന നിലയിലേക്ക് അത്രത്തോളം ഒരു ഭയം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ഉണ്ട്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ഒരു ബഹുമാനം ഉണ്ട് നിലയിൽ. അപ്പോൾ ആ വിഷയം നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ട്രംപിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. പിന്നെ മറ്റൊന്ന് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സുകൾ എന്ന് പറയുന്ന ലിംഗ ഭേദഗതി. അത് അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടെ ഓൾറെഡി നിയമം അങ്ങനെ ഉള്ളതാണ്, ട്രാൻസ്ജെൻഡേഴ്സിന് അവിടെ അധികാരങ്ങളുള്ളതാണ്. പക്ഷേ ഇനി സ്ത്രീയും പുരുഷനും മാത്രം മതി എന്ന നിലയിലേക്ക് അത്ര ഒരു തീരുമാനം എടുക്കുന്ന നിലയിൽ ഉണ്ടാകുമ്പോൾ അതവിടെ വലിയൊരു പ്രശ്നത്തിന് സാധ്യതയുണ്ട്. പക്ഷേ താരതമ്യേന ഒരു ന്യൂനപക്ഷമായിട്ടുള്ള സമൂഹമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അമേരിക്കയിൽ. അതുകൊണ്ട് തന്നെ അതിനെ വലിയൊരു നാമമാത്ര പ്രസക്തി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പനാമ കനാലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ആ പനാമ കനാലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ തിരിച്ചു പിടിക്കുന്നതിന് ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്നത്. അതുപോലെ ഊർജ്ജവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സൗരയൂഥവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലൂടെയും കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് ഈ പറയുന്ന ട്രംപ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ ട്രംപ് അവിടെ
ഈ പറയുന്ന ഈ ഇലക്ഷൻ കാലഘട്ടത്തിലെ ജോ ബൈഡനെ നല്ല രീതിയിൽ പൊരിക്കുന്നതിൽ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടില്ല. ഇവർ തമ്മിൽ നമ്മുടെയൊക്കെ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇതിൽ നിന്ന് മാറ്റമായിട്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് നിന്ന് സംസാരിക്കുന്ന നിലയിലേക്ക് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥികൾ നേരിട്ട് നിന്ന് സംസാരിക്കുന്ന നിലയിലേക്ക് അവിടെയുണ്ട്. അതിൻ്റെ ഓരോ ഘട്ടത്തിലും ട്രംപ് ജോ ബൈഡനെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതെ കഴിവേട് ആ രീതിയിലൊക്കെ വന്നെ. എന്തായാലും 4 വർഷത്തിന് ശേഷം ട്രംപ് അധികാരത്തിൽ കയറിയ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ ഇനി ഭാരതം ഔദ്യോഗികമായിട്ട് ഭാരതത്തിലേക്ക് ക്ഷണിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സുഹൃത്തിനെ കാണാൻ വേണ്ടി നരേന്ദ്രമോദി അങ്ങോട്ട് പോകുമോ എന്നുള്ളതൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച. എന്തായാലും ലോകത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, ഈ യുദ്ധ സാഹചര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപ് മുന്നിട്ടിറങ്ങുവാണെങ്കിൽ ആ ട്രംപിൻ്റെ ഒരു റൈറ്റ് ഹാൻഡായിട്ട് നരേന്ദ്രമോദിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.